ഞാൻ അറിയില്ല. എന്ത്? എന്നോടാരും പറയില്ല. എന്തോന്നാ? ഗോവിന്ദൻ ചത്തുപോയ കാര്യം. ഈ റീത്തില് റഫ്ലക്ഷൻ വെച്ചിട്ടും വലിയ കാര്യമില്ലല്ലോ. ആള് പോയില്ലേ? എവിടെ എന്റെ ഗോവിന്ദൻ? എന്റെ ഗോവിന്ദനെ കാണിച്ചതാ. ഒരു മനുഷ്യൻ മരിച്ചിട്ട് യാതൊരുവിധ റെസ്പെക്റ്റും കൊടുക്കാണ്ട് തൂക്കിയിട്ടിരിക്കുന്നു. എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ ആ ക്യാൻറ്റീൻ്റെ അവിടെ പട്ടി വെച്ച് കിടക്കുന്ന ഒരു ബെഞ്ചുണ്ടല്ലോ, അതിൽ ഞാൻ കിടത്തേനെ. ആടെ കണ്ണുപോലും അടച്ചിട്ടില്ല. ഞാൻ ചത്തിട്ടില്ല. ചത്തില്ലേ? ഈ റീത്തൊന്ന് പിടിക്കോ. എവിടെ പോവാ? എനിക്ക് ഇയാൾ ചത്തെന്ന് പറഞ്ഞ് NCC-കാർ ആകാശത്തിലേക്ക് വെടിവെക്കും. എന്താ ദൈവമേ, വെടിക്കൊന്നും പഴയതുപോലെ അത്ര സൗണ്ട് ഇല്ലല്ലോ. പിന്നെ മരത്തിന്റെ തോക്കെന്നാകുമ്പോ ഒരു മിസൈൽ വിടാം. ഇത് തന്നെ തോക്കിന് ഡബ് ചെയ്യണതാ. ഞാൻ ചത്തുപോയെന്ന് പറഞ്ഞത് ടീച്ചർ. ഞാനോ? ഞാൻ എപ്പോഴാ പറഞ്ഞേ? ഞാനെപ്പോഴോ? ഞാൻ എപ്പോഴാ പറഞ്ഞെന്ന്? ടീച്ചറല്ലേ പറഞ്ഞ സാറ് വിടവാങ്ങിയത്? യോ, സാറ് വിട വാങ്ങിയെന്നല്ല പറഞ്ഞേ, സാറ് വടവാങ്ങിയതാണോ പറഞ്ഞത്? എന്റെ പൊന്ന് സാറേ, സാർ ഇവിടെ നിറഞ്ഞു പോവാന്ന്. അതിനാ പുള്ളിയോട് ആരെങ്കിലും പിണങ്ങിയോ? അതെന്നാ ഒരു മനുഷ്യനെ ചുമ്മാ അങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ? എന്റെ പൊന്നു ടീച്ചറ, അയാൾക്ക് തലക്ക് വട്ട. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. എന്റെ പൊന്നു മാഷേ, ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 19 വർഷമായി. എനിക്ക് 19 വയസ്സുമായി. ഇനി എനിക്ക് ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. എന്താ നിനക്ക് പറ്റാത്ത? നിന്നെ ഏതോ പ്രൈവറ്റ് കോളേജ് നീ അങ്ങോട്ട് പോകാനുള്ള പരിപാടി മനസ്സിലാവും. സമ്മതിക്കണ എന്റെ വായിലൊന്നും കേൾക്കരുത്. പുള്ളിക്കാരൻ റിട്ടയർഡ് ആവാന്ന്. എന്നാ പിന്നെ അതങ്ങ് മലയാളത്തിൽ പറയാൻ പാടില്ല. രാവിലെ മുതൽ ഒരുത്തിന് ഇവിടെ ഇട്ട് പൊട്ടം കളിപ്പിക്കാൻ വേണ്ടി. മാഷിനോട് എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട്. എന്നാ മാഷേ? ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ചിരാത് പിടിച്ചോണ്ട് 4 മലയാളി മംഗന്മാരെ എന്റെ ചുറ്റും നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ നിർത്തിയോളോ? ഇയാളത് ആരെയോട് ഏൽപ്പിച്ചേ? ബികോമിൽ പഠിക്കുന്ന ഉണ്ണി ബീന്. ആ ഉണ്ണി ബി ഒരു ഹണി ബി അടിച്ചിട്ട് എണ്ണ ഒഴിക്കണതിന് പകരം പെട്രോൾ ഒഴിച്ചു വെച്ചു. എന്നിട്ടെന്നാ കോളേജിന്റെ മുമ്പിൽ കപ്പ ചുട്ട് കണക്ക് 4 മലയാളി മംഗ വരുന്നുണ്ട്. അപ്പൊ എന്റെ ഉണ്ണി ബി നിന്ന് കത്തുവാണല്ലോ. ഞാൻ വിചാരിച്ചേ ഞാൻ ഇറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഫയർ ഡാൻസ് നടത്തിയായിരിക്കും. എന്നെ ഇവിടെ ഓട് മാറ്റാൻ കാശില്ല, അപ്പോഴാ ഫയർ ഡാൻസ് ഉണ്ടാക്കാൻ അല്ലേ? ഈ സിൻസിലാവ് സാർ വെറും കള്ളനാ. മാഷ് ഇത് കേൾക്കണം. കഴിഞ്ഞ കൊല്ലം നമ്മുടെ കോളേജിന് ടൂറിന് പോയപ്പോഴേ ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ഫിഷ് പാ ചെയ്യണമെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോഴാ പുന്നമടക്കായൽ ഞണ്ടിന്റെ കടിയും കൊണ്ട് കക്കാവാരൻ അവളെ ദൈവമേ. പിന്നെ സാറേ, ഞങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്നെ തെക്കോട്ട് എടുക്കണമെന്നായിരിക്കും ഞങ്ങൾ മനസ്സിൽ പറയണം. ഞാൻ വലിയ തെറിയും വിളിച്ചു. അങ്ങനെയല്ല സാറ് ഞങ്ങൾക്ക് വേണ്ടി ഒരു നാടൻ പാട്ട് പാടണം. എന്റെ പൊന്നു പാച്ച, ഞാൻ ഇവിടുത്തെ ഇംഗ്ലീഷ് അധ്യാപകനല്ലേ? എന്നോട് നാടൻ പാട്ട് പാടാനോ? പുള്ളിക്ക് കുറച്ചില്ല, പുള്ളി പാടിയാലെന്നാ പറയണത്. ആദ്യ വരുന്ന മുത്തപ്പന്മാര് പറന്ന മുത്തിമാര് എനിക്കച്ഛനില്ലേ? ചക്കി എന്നൊരു ചമ്പാരുണ്ടവല്ലോ തകത്തയ്യ. ചക്കി എന്നൊരു ചമ്പാരുണ്ടവല്ലോ തന്നത്തയ്യ. പണ്ട് ജഡ്ജിയോ നാട്ടിൽ വാക്ക് പഠിച്ചു പോയതാ. ചട്ടിയും ഉണ്ടവല്ലോ തകത്തയ്യ. പണ്ട് ചിഹ്നം വിളിച്ചവല്ലോ തന്നത്തയ്യ. താങ്ക് യു വെരി മച്ച്. 19 വയസ്സുള്ള ഒരു കുമ്പളപ്പം കാണിക്കുന്നത് എന്റെ പൊന്ന് ടീച്ചറെ, അങ്ങേരുടെ തലക്ക് കുളിരാന്ന് ഓർക്കാം. ടീച്ചർക്ക് തന്നെ അതിന്റെ എടാ ചിന്തിരമേ, എന്നാ അങ്ങനെ നീ ഒരുപാട് മെയിൻ കളിക്കരുത് കേട്ടോ. നിന്നെപ്പറ്റി ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. നീയും ആ സുഷമ്മ ടീച്ചറും വേണ്ടാത്ത രീതിയിൽ നിങ്ങളെ ആ ലൈബ്രറി കണ്ടെന്ന് ഒരു വാർത്ത കിട്ടിയിട്ടുണ്ട്. പൂടപ്പട്ടി സുഷമ ടീച്ചറും എന്താണ് പറഞ്ഞത്? ഞാനും സുഷമ ടീച്ചറും ഫ്രണ്ട്സാന്ന്. എന്റെ ചിൻസിലാവോസ് മാഷേ, എന്നെ എന്റെ ഭാര്യനെ പണ്ട് നാട്ടുകാർ കപ്പത്തോട്ടത്തിൽ നിന്ന് പൊക്കുന്നതിന്റെ തൊട്ടും പോലെ ഞങ്ങളും അപ്പൊ ഇതാരോടും പറയണ്ട, ആരോടും പറയണ്ട. കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേക്ക് താൻ ഈ കോളേജ് പിള്ളേരെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കില്ലോടോ? എങ്ങനെ കളിയാക്കാതിരിക്കും? എടാ, രവീന്ദ്രനാഥ ടാഗോറിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇതാരാന്ന് ചോദിച്ചപ്പോ താനെന്ന് പറഞ്ഞേ? താൻ തോന്നി സിനിമയിലെ പൃഥ്വിരാജിന്റെ അങ്ങനെ ഇരിക്കുന്നു. ആ പടത്തിനകത്ത് സായികുമാർ വെള്ളത്താടി വെള്ള പൊടിയും വെച്ചാ വന്നത്. ഞാൻ അതെല്ലാം ക്ഷമിക്കും. ഹിറ്റ്ലറിനെ പറ്റി 2 വാക്ക് പറയാൻ പറഞ്ഞപ്പോ ഇയാൾ എന്തുവാ പറഞ്ഞത്? 5 പെങ്ങന്മാർക്കും കൂടി ഒരു ആങ്ങളെയാണ്.
അത് മമ്മൂക്ക ചെയ്ത ഹിറ്ററാ. എനിക്കറിയാവുന്ന ഹിറ്റ്ലറിന് 5 പങ്കന്മാരുണ്ട്. പിന്നെ മാഷി ഇവിടെ നിറങ്ങുകൊണ്ട് എന്റെ ഒരു പ്രത്യേക പരിപാടിയുണ്ട്. വയലിൻ വിത്ത് ഫിഗർ ഷോ. അത് കിടക്കും കേട്ടോ. അത് എന്റെ അച്ഛനൊരു വയലിൻ വിദ്വാനാണ്. അപ്പൊ ഞാനത് പോയി പ്രാക്ടീസ് ചെയ്തിട്ട് വരാം. എന്നൊരു കാര്യം ചെയ്യും, അങ്ങ് കീച്ചിക്കോ. ഇതന്നെ കാണിച്ചേ അരമണ്ടല്ല. ഞാൻ വിചാരിച്ച തിന്നു ചെല്ലിന്റെ കയറി. മാഷേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്നാ മോനെ? എന്റെ മോൻ വന്നിട്ടുണ്ട്. മാഷിന്റെ വലിയ ഫാനാണ്. ആ ചെറുക്കന്റെ കാര്യം എന്നോട് മിണ്ടല്ലേ. അതെന്താന്ന്? കഴിഞ്ഞ ദിവസം ഇവിടെ യുവജനോത്സവം നടത്തിയായിരുന്നു. എന്തായിരുന്നു നാടകം? പാഞ്ചാലി വസ്ത്രാക്ഷേപം. ആ വസ്ത്രാക്ഷേപ സമയത്ത് അവിടെ അവതരിക്കാനിരുന്ന കൃഷ്ണനെ ആർട്സ് റൂമിൽ കെട്ടിയിട്ടിട്ട് തിരിച്ച് നടുക്ക് വന്ന് നിന്നിട്ട് ദുര്യോധനോട് ഒരു പറഞ്ഞില്ല, അളിയാ കൃഷ്ണ ഇപ്പൊ എങ്ങും വരൂല, അളിയൻ പണി തുടങ്ങിക്കോളെ. എല്ലാരും ഒന്ന് വരി പറഞ്ഞ ഒരു ചീവീട് വരുന്നുണ്ട്. ചീവീടല്ല, ചാക്കോച്ചൻ. എന്തോ സംഭവം കൊള്ളാം, എല്ലാം ഓക്കെ ആയിരുന്നു. താങ്ക് യു. പക്ഷേ ഒരു ചെറിയ സംഭവം ഉണ്ട്. എന്നാ പക്ഷേ? കുഞ്ചാക്ക ബോബൻ ഒപ്പിക്കാം. താങ്ക് യു. മാഷിന്റെ അച്ഛൻ ആരായിരുന്നാ പറഞ്ഞേ? വയലിൻ വിദ്വാൻ. എന്നത് ഗിറ്റാർ. എന്റെ ഗിറ്റാറൊന്നുമല്ല. ഇതാരാ? ഇവിടെയാണെന്ന് തോന്നുന്നു. ടീച്ചർ എന്തിനാ കരയണേ? അല്ല, കസ്തൂരിമാ സിനിമയ്ക്കകത്ത് വിരാജാസിന് കരയുന്നുണ്ടല്ലോ. അങ്ങനെ പലതും ഉണ്ടാകും. അതൊന്നും ഇവിടെ ഉണ്ടാകേണ്ട കാര്യമില്ല. ഞാനല്ലേ ഇവിടെ പരിപാടി അവതരിപ്പിച്ചോണ്ടിരുന്നത്.